സൂര്യപുത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോൾഗേറ്റ് മാക്സ് ഫ്രഷ്, മാക്സ് ഉന്മേഷം, മാക്സ് ഫലം. കോൾഗേറ്റ് ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. NCPT, the Global Fire and Safety Engineering Academy. കോംപ്ലാൻ കുടിക്കൂ, വ്യത്യാസം നോക്കൂ. ക്രാക്ക് ജാക്കിന്റെ ഭാരി ഓഫർ. ആദിത്യ ഹെർബൽ ഹെയർ ഓയിൽ. ഓപ്പറേഷൻ കൂടാതെ മൂലക്കുരുവിന് ഉപയോഗിച്ചു നോക്കൂ അർഷ് കൽപ്പ്. പാക്കറ്റിൽ 3 ഡോസസ് 3 ദിവസത്തേക്ക് വേണ്ടി. കൃഷ്ണ തുളസി ഫെയർനെസ് ജെൽ. ഹോർലിക്സ് കുടിക്കും, ടോളർ സ്ട്രോങ്ങർ ഷാർപ്പർ ആകും, ബാല്യകാലത്തിന്റെ സൈസ് തനിയെ മാറും. ജോൺസൺസ് ബേബി 90% ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നത്. നാച്ചുറൽ കണ്ടീഷണർ ചേർന്ന കൃഷ്ണ തുളസി ഹെർബൽ ഷാംപൂ. ദന്തക്ഷയത്തിൽ നിന്ന് സുരക്ഷ, മുക്കിലും മൂലയും വരെ. കോൾഗേറ്റ് ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. പിന്നീട് അയാൾ അവിടെ വന്നില്ലേ? ഇല്ല, പക്ഷേ അപ്പുറത്തെ മുറിയിൽ എവിടെയോ അയാൾ ഉണ്ടായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോണിലൂടെ ആരൊക്കെയോ വഴക്ക് പറയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആരെയാണെന്നൊന്നും മനസ്സിലായില്ലേ? ഇല്ല. അന്ന് അവിടെ കൃഷ്ണകുമാർ വന്നിരുന്നു? അറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞ അയാളോടെ വന്നില്ലെന്നോ അതോ വന്നിട്ടും താൻ കണ്ടില്ലെന്നോ? ഞാൻ കണ്ടില്ല.
അപ്പൊ ഒരു പക്ഷേ വന്നിരിക്കും. എനിക്കറിയില്ല സർ. കല്യാണിയെ രക്ഷിക്കാൻ അവിടെ വന്നാണെങ്കിലോ? അയാൾ എങ്ങനെ അറിയാനാ എന്നെ അവര് തട്ടിക്കൊണ്ടുപോയിന്ന്? ഓക്കെ, എന്തായാലും അന്ന് രാത്രി അലക്സാണ്ടർ കൊല്ലപ്പെട്ടു. കൊന്നതാര്, എന്തിന്, എങ്ങനെ, ഇതെല്ലാം ഒന്ന് കണ്ടുപിടിക്കണ്ടേ? എന്നാലല്ലേ നിയമത്തിന്റെ മുമ്പിൽ കല്യാണിയും കൃഷ്ണകുമാറും ഒക്കെ നിരപരാധികളാണെന്ന് തെളിയിക്കാൻ പറ്റൂ. സാറിന് അതിന് കഴിയുമെന്ന് തന്നെയാ ഞങ്ങളുടെ വിശ്വാസം. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കണ്ടെത്താം. സോ ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൽ വിഷമമുണ്ട്. ഒരുപക്ഷെ ഇനിയും നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വന്നേക്കാം. തീർച്ചയായിട്ടും ഇതുണ്ടാവും സാർ. ഏത് വിധേനയും ഈ ഒരു കുറ്റാരോപണത്തിൽ നിന്ന് ഇവളെ രക്ഷപ്പെടുത്തണമെന്നേ ഞങ്ങൾക്കുള്ളൂ. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാ. എനിവേ, ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു സാർ. എന്നാ ഞങ്ങള് ഓക്കെ. എന്തായി, കല്യാണിയുടെ പേടിയൊക്കെ മാറിയോ? ഇത്രേ വേണ്ടിയിരുന്നുള്ളൂ. ഇതിനകത്ത് ആ വെറുതെ പേടിച്ചത്. എങ്ങനെ പേടിക്കാതിരിക്കും സാർ? മുമ്പുണ്ടായ അനുഭവങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. എന്തായാലും അതുപോലൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇതിൽ ഇടപെട്ടത് തന്നെ. പിന്നെ കാര്യങ്ങളൊക്കെ സാറിനോട് തുറന്നു പറഞ്ഞില്ലേ? ഇനി പേടിക്കാനില്ല. സാർ ഈ പ്രശ്നം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളൂ. അങ്ങനെ തന്നെ വിശ്വസിക്കാം അല്ലേ സാർ? തീർച്ചയായും. എന്തായാലും ഇതൊന്നും ഭർത്താവിനെയോ ഭർത്താവിന്റെ വീട്ടുകാരെ അറിയിക്കണ്ട. പ്രശ്നക്കാരാണെന്നല്ലേ പറഞ്ഞത്. നമ്മളായിട്ട് അറിയിച്ചിനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. സാറ് കൂടി വിചാരിച്ചതുകൊണ്ടാ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത്. നന്ദിയുണ്ട് സാർ. അങ്ങനെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. സേതു വാ. അമ്മേ മഹാമായി. വണ്ടി വിടല്ലേ? സാർ, സാർ ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്താ? ആ മേനോ സാറിന്റെ മോളല്ലേ ഇപ്പൊ ഇവിടുന്ന് പോയത്? നിങ്ങളാരാ? ഞാൻ മേനോ സാറിന്റെ ഒരു സുഹൃത്താ. അല്ല, അവരെന്തിനാ സാർ ഇവിടെ വന്നത്? ഇത് SP സാം മാത്യു സാറിന്റെ വീടാ. ചിലപ്പോ അദ്ദേഹത്തെ കാണാൻ വന്നായിരിക്കും. കൂടെ 1-2 പേരെ കണ്ടിരുന്നു. അവര് മേനോൻ സാറിന്റെ സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ അങ്ങേരോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ മതി.